ബീന ചേച്ചി ആ പാട്ട് കേട്ട് ബീന ചേച്ചിയുടെ ടീമിന് വേണ്ടി വേറെ പെർഫോം ചെയ്യാം. വിഷ്ണു പാട്ട് കേട്ട് വിഷ്ണുവിന്റെ ടീമിന് വേണ്ടി വിഷ്ണു സെപ്പറേറ്റ് പെർഫോം ചെയ്യാം. നിങ്ങൾ രണ്ടുപേരും പെയർ അല്ല. പേരല്ല അല്ല അങ്ങനെ പോയോടോ അങ്ങനെ അപ്പൊ റെഡിയല്ലേ ബീന ചേച്ചി റെഡിയല്ലേ? റെഡി. അപ്പോ രണ്ട് ടീമിന്ന് 2 പേരാണ് വന്നിരിക്കുന്നത്. നവീനും ബീന ചേച്ചിയുള്ള ടീമിൽ ബീന ചേച്ചി എത്തിയിട്ടുണ്ട്. അപ്പുറത്ത് ക്രിസ് ആൻഡ് ദിവ്യ, അവിടെ ദിവ്യാണ് എത്തിയിരിക്കുന്നത്. പക്ഷെ ചെരുപ്പൊക്കെ വേണമെങ്കിൽ മാറ്റി വെക്കാൻ, ഡാൻസാണ് കളിക്കാൻ പോകുന്നത്. ബസ് ഈ ബസ്സിന്ന് അതൊന്നുമില്ല, എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. ബസ് എവിടെയെങ്കിലും മാറ്റി പാർക്ക് ചെയ്തു. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, പരസ്പരം കൈകോർത്ത് ഡാൻസ് കളിക്കാനല്ല പറഞ്ഞത്. രണ്ടുപേരും ഇൻഡിവിജ്വൽ രണ്ടുപേരും 2 ടീമിന് വേണ്ടിയാണ് മത്സരിക്കേണ്ടത്. ഒരാൾ കളിക്കുന്ന പോലെ അല്ല അടുത്ത ആൾ കളിക്കേണ്ടത്. റെഡി? പക്ഷെ ഇവിടെ ഇങ്ങനെ നിങ്ങൾക്കും ജോലിയുണ്ട്, ശ്രദ്ധിച്ചു നോക്കാം. ലാസ്റ്റ് പറയണം വിന്നർ ആരാണ്. കോപ്പി അടിക്കണമെങ്കിൽ പറയും. കോപ്പി ഡാൻസ് കളിക്കാൻ തോന്നിയില്ല, നന്നായിരുന്നു കേട്ടോ. ഇനിയിപ്പോ അടുത്ത ടീമിൽ നിന്ന് ആരൊക്കെയാണ് വരുന്നത്? നിങ്ങളുടെ ടീമിൽ ചെയ്യാണോ ദീപനാണോ വരുന്നത്? വിഷ്ണു എനിക്ക് അവന്റെ എനർജിക്ക് ഇന്ന് വയ്യ. ദീപന് ഓൾറെഡി അറിയാവുന്നല്ലോ ഡാൻസ്. ഇനിയിപ്പോ ദീപന് ബുദ്ധിമുട്ടാണെങ്കിൽ ഇല്ല ദീപൻ ചേട്ടൻ ചെയ്യും. ഇല്ല ദീപൻ ചേട്ടൻ ഡാൻസ് അല്ല, ദീപൻ ചേട്ടന്റെ ഡാൻസ് കാണാനാണ് മലയാളികൾ ദീപ നീ കളിക്ക് സൂപ്പർ സ്റ്റാർ വരെ പറഞ്ഞ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ നർത്തകനായ ദീപനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതാ ഞാൻ പറഞ്ഞു, ഇവന്റെ കൂടെ ഡാൻസ് അയാളുടെ കൂടെ അല്ല, ഇവന്റെ കൂടെ ഡാൻസ് അല്ല, സൈക്കിൾ ദീപന്റെ സ്റ്റൈലിൽ കളിക്കും. എന്ത് സംഭവിക്കും? അത് പോകും. ദീപൻ ചേട്ടാ പാൻസിൽ പിടിച്ചു. റെഡി സാർ?
യാനം യമനം മുഖരിതമീ മൗനം പരമന്ത്രണം ഒന്നാം തരം ബലൂൺ തരാം ഒരു നല്ല കുട്ടി തരാം ഒന്നാം തരം ബലൂൺ തരാം ഒരു നല്ല കുട്ടി തരാം സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി എനർജറ്റിക് സൂപ്പർ അല്ലേ? എല്ലാരും അടിപൊളി. അല്ല പക്ഷേ ഇതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ട്. 2-3 പേര് വിന്നർ അല്ലേ? ഒരാളല്ലേ വിന്നർ ആക്കാൻ പറ്റുള്ളൂ. അതെ തീർച്ചയായിട്ടും. ആ, അപ്പൊ അപ്പൊ എന്ത് ചെയ്യും? ദീപൻ ചേട്ടനും അല്ല ഏറ്റവും എനിക്ക് അല്ല, പറഞ്ഞേ വിഷ്ണു എന്താ പറഞ്ഞല്ലോ? ദീപൻ ചേട്ടനും ആ വേറെ ടീംസും ഉണ്ടായിരുന്നല്ലേ? നേരത്തെ നമുക്ക് 4 ടീംസ് പെർഫോം ചെയ്തല്ലോ. ആ അതിൽ നിന്ന് 2 ടീമിൽ നിന്ന് വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അവരൊന്നും കൂടി മത്സരിക്കട്ടെ. ഓക്കേ, അതാണ് അതിൽ ഏറ്റവും വിഷ്ണുവിന് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ 2 പേരാരാ? ഒന്ന് എന്റെ ടീം, എന്റെ ഓപ്പോസിറ്റ് കളിച്ച് ദീപൻ ചേട്ടൻ. ടീം വെച്ചേട്ടൻ. ഓക്കെ, കുറച്ചുകൂടെ ബീനച്ചേച്ചിയെക്കാട്ടി കുറച്ചുകൂടെ ദിവ്യ കുറച്ചുകൂടെ കുറെ സ്റ്റെപ്സ് കൂടുതൽ ഇട്ട് ഈ അഭിപ്രായത്തോട് എല്ലാവരും യോജിക്കുന്നെങ്കിൽ നമുക്ക് ഇതങ്ങ് പ്രൊസീഡ് ചെയ്യാം. അല്ല അടുത്ത ആളുടെ അഭിപ്രായം പറഞ്ഞോട്ടെ. ആ രണ്ടുപേരും നന്നായിട്ട് ഡാൻസ് കളിച്ചെങ്കിലും ലിപ് മൂവ്മെന്റ് വെച്ച് അഭിനയിച്ച് കറക്റ്റ് ചെയ്ത് ബീനച്ചേച്ചിയായിട്ടാ തോന്നിയത്. അയ്യോ, അതാണ് എന്റെ പാർട്ടി എന്നെ സപ്പോർട്ട് ചെയ്തത്. അല്ല കളിച്ചില്ലെന്നല്ല, നന്നായിരുന്നു നല്ല കിടില സ്റ്റെപ്പ് ഒക്കെ ആയിരുന്നു. അല്ല ഒട്ടും പ്രതീക്ഷിച്ചില്ല ദിവ്യ കുറെ അല്ല ഏതായാലും മൊത്തത്തിൽ കണ്ട ഒരു അഭിപ്രായം വെച്ചിട്ട് ബീനച്ചേച്ചി കളിച്ചത് ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നു. പക്ഷെ അതിനേക്കാൾ ഒരു ധമാക്ക പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ദിവ്യച്ചിടായിരുന്നു. കാരണം എനർജി വൈസ് പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് ദീപനും ദിവ്യയുടെ കളിക്കാൻ. ഇനി കളിക്കാം. ഈ ഭാരത ഒരു പെർഫോമൻസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ വീരോടും വാശിയോടും കൂടിയ മത്സരമാണ്. നമ്മൾ ഒരു തമാശയ്ക്ക് തുടങ്ങിയതാണ്, പക്ഷെ അത് സീരിയസ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു. നന്നായി പെർഫോം ചെയ്ത ആൾക്കാരെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഡാൻസ് ആണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഒരേ പാട്ടായിരിക്കും. പാട്ട് പല സന്ദർഭങ്ങളായിട്ട് പല തരത്തിലേക്ക് പോകാറുണ്ട്. പക്ഷേ എങ്കിലും നിങ്ങൾ പാട്ടിനനുസരിച്ച് ഡാൻസ് ചെയ്യുക. 2 പേരും നോക്കിയല്ല ചെയ്യേണ്ടത്, 2 പേരും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. മീൻസ് നിങ്ങളുടെ ഒരു ഡ്യുവറ്റ് പെർഫോമൻസ് അല്ല നമുക്ക് വേണ്ടത്, ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ് വേണ്ടത്. അടിച്ചു പൊളിച്ച കളിക്ക് അത്രേ ഉള്ളൂ. തുടങ്ങട്ടെ.